പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ഒരു ഭക്തന്റെ പ്രത്യാശ ജീവിതം. സങ്കീർത്തനം 33 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം ഇങ്ങനെയാണ്: യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അപ്പം 33 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് നമുക്കത് പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ദൈവത്തോട് ചേർന്നിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു ഭക്തന്റെ പ്രത്യാശയുടെ വാക്കാണ് 33 സങ്കീർത്തനം. ഇതിൽ നമ്മൾ വായിച്ചതായ 33 18 വാക്യം, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അപ്പൊ ആരുടെ മേലാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ ദയുള്ള കണ്ണുകൾ, ദൈവത്തിൻ്റെ ദൃഷ്ടികൾ പതിയുന്നത്. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ ജീവിതം നയിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ ദൃഷ്ടികൾ പതിയുന്നത്. ആമേൻ. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും നമ്മൾ മനുഷ്യനെയോ ഭൂമിയെയോ വിഷയത്തെയോ സാഹചര്യങ്ങളെ നമ്മൾ നോക്കാതെ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ പ്രത്യാശ നമ്മളെ വഴി നടത്തുന്ന ദയുള്ള മനസ്സലിയുള്ള ആ ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുകയും ദൈവത്തിൻ്റെ ദൃഷ്ടി നമുക്ക് വഴികാട്ടിയായി തീരുകയും ദൈവത്തിൻ്റെ ദയ ഒരു ഭക്തന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യും. മറ്റൊരു വാക്യം കൂടെ നമുക്ക് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 36 വാക്യം, അവൻ നീതിമാന്മാരിൽ നിന്നും തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല, രാജാക്കന്മാരോടുകൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു, അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ഭക്തന്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുകയാണ്. അവൻ നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കടാക്ഷം എപ്പോഴും ഒരു നീതിമാന്റെ മേഖലയിൽ, ഒരു നീതിമാന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ഭക്തനെ രാജാക്കന്മാരോടുകൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു. സ്തോത്രം. രാജാക്കന്മാരോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തുക മാത്രമല്ല, ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഒരു ഭക്തനെ ഉയർത്തുന്നതും ഉയരത്തിലെ അപ്പനാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഉയരത്തിലെ ദൈവത്തിനു മാത്രമേ എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ കഴിയത്തുള്ളൂ. എന്നെയും നിങ്ങളെ ഉയർത്തുന്ന ആ ദൈവത്തിൽ ഒരു ഭക്തൻ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ പ്രത്യാശയോടുകൂടെ ദൈവത്തിലുള്ള വിശ്വാസം പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെടാൻ അനുവദിക്കത്തില്ല. എന്തുകൊണ്ടാണ് പരാജയങ്ങൾ വരുന്നത്? നമ്മുടെ പ്രത്യാശയും വിശ്വാസവും ലോകത്തിലെ ചില വ്യക്തികളിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിയുന്നു. നമ്മുടെ പ്രത്യാശ ലോകത്തിലെ ചില വിഷയവുമായിട്ടും നമുക്കൊരു വിഷയം വരുമ്പോൾ ലോകത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആശ്രയിക്കുന്ന വ്യക്തികളിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ നമ്മൾ ലോകത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരിൽ നിന്നും നമുക്കൊരു സഹായമോ ദയോ വെളിപ്പെടാതെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകുന്നു, നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. പക്ഷേ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന
പ്രത്യാശ ജീവിതം നയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ജീവിതത്തിന്റെ മേഖലകളിൽ ഏതൊരു പ്രതിസന്ധിയിലും വഴികാട്ടിയായ ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് ദൈവത്തിലുള്ള വിശ്വാസം പ്രത്യാശയുമാണ് ദൈവത്തിന്റെ ദയ ആ ഭക്തന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ആ ഭക്തനെയാണ് ദൈവം മാനിക്കുന്നത്, ഉയർത്തുന്നത്. ദൈവത്തിന് മാത്രമേ നമ്മെ ഉയർത്തുവാനും താഴ്ത്തുവാനും കഴിയത്തുള്ളൂ. അപ്പൊ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഭക്തനെയാണ് സ്വർഗത്തിലെ ദൈവം ഉയർത്തുന്നത്. അവരെയാണ് രാജാക്കന്മാരോട് കൂട്ടത്തിലിരുത്തുന്നത്. അതായത് യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളിൽ നിർത്തുന്നത് ദൈവത്തിൽ പ്രത്യാശയുള്ളവരെയാണ്. ആമേൻ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് നിരാശപ്പെട്ടു പോകുന്നത്? നമ്മെ ഉയർത്തുമെന്നും വാക്കുകൊണ്ട് നമ്മെ താങ്ങുമെന്നും സാമ്പത്തികമായി നമ്മെ സഹായിക്കുമെന്നൊക്കെ നമ്മൾ അവരിൽ വിശ്വസിക്കുകയും ആ വാക്ക് വിശ്വസിക്കുകയും അവരിൽ നമ്മുടെ പ്രത്യാശ ഉറപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തക്ക സമയത്ത് അവർ വാക്കുമാറുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോവുകയാണ്. പക്ഷെ നമ്മൾ അതേ സമയം നമ്മെ നടത്തുന്ന ദൈവത്തിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിച്ച് പ്രത്യാശ ജീവിതത്തെ മുറുകെ പിടിച്ചാൽ സർവശക്തനായ ദൈവത്തിന്റെ ദയുള്ള കരം തക്ക സമയത്ത് നമ്മോട് കൂടെ ഇരുന്ന് വഴി നടത്തും. മറ്റൊരു വാക്യം സങ്കീർത്തനം 34:15, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. സ്തോത്രം. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന്റെ നിലവിളി കേൾക്കുവാൻ ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുകയാണ്. ആമേൻ. അപ്പൊ ഞാനും നിങ്ങൾ നിലവിളിക്കുന്നത് ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ കേട്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം കേൾക്കുവാൻ തക്കവണ്ണം ഒരു പ്രത്യാശ ജീവിതം നയിക്കുന്ന, ഒരു വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു ഭക്തന്റെ നിലവിളി കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. എന്നാൽ മനുഷ്യരാണെങ്കിൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ അവർ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു മാറിപ്പോകാറുണ്ട്. അവർ മനുഷ്യരായതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ദൈവത്തോടു കൂടെ ഒരു ഭക്തൻ നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു അപ്പനുണ്ട്. സ്തോത്രം. ആ അപ്പൻ നമ്മുടെ നിലവിളി കേൾക്കുവാൻ ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുകയാണ്. മറ്റൊരു വാക്യത്തിൽ സങ്കീർത്തനം 147:11 വാക്യം ഇങ്ങനെയാണ്. വളരെ മനോഹരമായ ഒരു വചനമാണത്. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അപ്പൊ ആരിലാണ് ദൈവം പ്രസാദിക്കുന്നത്? ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ ജീവിതത്തിന്റെ നമ്മൾ ദൈവമായിട്ടുള്ള വിശ്വാസ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കും. ആമേൻ. അപ്പൊ ദൈവം നമ്മളിൽ പ്രസാദിക്കണമെങ്കിൽ, കർത്താവിന് നമ്മോട് മനസ്സലി ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തിൽ പ്രത്യാശ വെച്ചും വിശുദ്ധ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും പ്രത്യാശ വെച്ച് ഏതൊരു വിഷയത്തിലും എന്നെ സഹായിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുന്നുള്ള ആ ഒരു ഉറപ്പും വിശ്വാസവും ജീവിതം നയിക്കുന്ന ഒരു ഭക്തനോട് സ്വർഗത്തിലെ ദൈവം ദയോടുകൂടെ, അതായത് മനസ്സലി ഉണ്ടാകും. ആ വ്യക്തിയോടാണ് ദൈവം പ്രസാദിക്കുന്നത്. ആ വ്യക്തിയോടാണ് ദൈവപ്രസാദം ദൈവത്തിനുണ്ടാകുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിന്റെ മേഖലകളിലുള്ള പ്രത്യാശ ജീവിതമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ടും ആമേൻ, അതിൻ്റെ ഒരു രണ്ട് പോയിന്റ് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ദയാലുള്ള പ്രത്യാശ. അപ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാശ എങ്ങനെയുള്ള പ്രത്യാശയാണ്? ദൈവത്തിൻ്റെ ദയാലുള്ള പ്രത്യാശ. സ്തോത്രം. ആമേൻ. സങ്കീർത്തനം 38:18 വാക്യം, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യാശയിൽ, ദൈവിക പ്രത്യാശയിൽ ദൈവത്തിൻ്റെ ദയുള്ള കരം എനിക്ക് അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭക്തനിലാണ്, ഒരു ദൈവഭക്തനോടാണ്, ഒരു ദൈവപൈതന്റെ ജീവിതത്തിലാണ് സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്നത്. ആമേൻ.
അപ്പോൾ ദൈവത്തിൻ്റെ ദയാലുള്ള പ്രത്യാശ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രത്യാശകളുണ്ട്. പക്ഷേ നമ്മൾ പ്രത്യാശിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നവരിലൊക്കെ പ്രത്യാശ ഉറപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മോടുകൂടെ ദയ കാണിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ദയാലുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവം എന്നോട് ദയ കാണിക്കും എന്ന ഉറപ്പാണ് ഒരു ഭക്തന്റെ പ്രത്യാശ ജീവിതം. എന്തു വിഷയം വന്നാലും എൻ്റെ ദൈവം എന്നോട് ദയ കാണിക്കും. അപ്പൊ ദൈവത്തിലുള്ള ദയാലുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ഭക്തന്റെ, ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, എന്തു വിഷയം വന്നാലും എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നോട് മനസ്സലി ഉണ്ടാകും, എന്നോട് ദയോടുകൂടെ ആ വിഷയത്തിൽ എനിക്ക് പരിപാലനം നൽകും, അല്ലെങ്കിൽ ആ വിഷയത്തിൽ മേല് സ്വർഗത്തിലെ ദൈവം എനിക്ക് നീക്കുപോക്ക് നൽകും. ദൈവത്തിൻ്റെ ദയ ആ വിഷയത്തിൽ വെളിപ്പെടുമെന്ന് ഒരു ഭക്തൻ പ്രത്യാശയിൽ ഉറച്ചാൽ ഉറപ്പായിട്ടും നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ, നീ പ്രയാസപ്പെടുന്ന വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദയുള്ള കരം വെളിപ്പെടും. ആമേൻ. അതാണ് ആ വചനത്തിൽ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ഭക്തൻ ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ ഘോഷിക്കും എന്ന് നമ്മൾ ആ പ്രത്യാശയിൽ ഉറയ്ക്കുമ്പോൾ, ഒരു വിഷയം വരുമ്പോൾ, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, പല രീതിയിലുള്ള ജീവനോട് പോരാടുന്ന പ്രതികൂലങ്ങൾ വരുമ്പോൾ, ദൈവത്തിലുള്ള പ്രത്യാശ ജീവിതം നയിക്കുന്ന ഒരു ഭക്തൻ ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ ഘോഷിക്കുമെന്ന് വാഗൊണ്ട് വചനത്തെ പ്രഖ്യാപിച്ച് ദൈവത്തിലുള്ള ദയയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയിൽ ഉറയ്ക്കുന്ന ഒരു ഭക്തനോട് ദൈവത്തിൻ്റെ ദയുള്ള കരം വെളിപ്പെടും. ആമേൻ. അപ്പൊ പ്രത്യാശ ജീവിതമാണ് നമ്മുടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ജീവിതത്തിൽ പ്രത്യാശ ജീവിതമാണ് എന്നെയും നിങ്ങളെയും വഴി നടത്തുന്നത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പ്രത്യാശ ജീവിതം, വിശ്വാസത്തിലുള്ള പ്രത്യാശ ജീവിതം, വചനവുമായിട്ടുള്ള പ്രത്യാശ ജീവിതം. സ്തോത്രം. അപ്പോൾ ഈ ഭാഗത്തിൽ ഒരു ഭക്തന് ദൈവത്തിലുള്ള ഉറപ്പ്, സ്തോത്രം, ഉറപ്പായിട്ടും എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കും, എൻ്റെ ദൈവം എന്നോട് ദയോടുകൂടെ വിഷയത്തിൽ ഇടപെടും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചൂളയിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോഴും അവർ പറഞ്ഞ പ്രത്യാശയുടെ വാക്കാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല. ദൈവത്തിലുള്ള പ്രത്യാശ, ദൈവവുമായിട്ടുള്ള വിശ്വാസ ജീവിതം, അതവരെ ജീവിതത്തിൽ പ്രത്യാശയെ ഉറപ്പിച്ചു. എൻ്റെ ദൈവം ഞങ്ങളോട് ദയ കാണിക്കും. അവരെ ഹൃദയത്തിൽ ഒരു ആഴമായ പ്രത്യാശയെ കുറിച്ച് ആഴമായ ഒരു ഉറപ്പുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയെ നിരാശപ്പെട്ടില്ല, അവർ ഭാരപ്പെട്ടില്ല. ദൈവം നമുക്ക് നന്മയ്ക്കായിട്ടല്ലാതെ തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് അവരെ ഹൃദയത്തിലുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിലുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മേഖലയിലും നാം പ്രത്യാശ വെക്കേണ്ടത് ഒരു മനുഷ്യനെയല്ല, ഒരു വ്യക്തിയെയല്ല, സമൂഹത്തെയല്ല. നീ ദൈവത്തിൽ പ്രത്യാശ വെക്ക്. അങ്ങനെ പ്രത്യാശ വയ്ക്കുന്ന ഒരു ഭക്തനോട് ദൈവത്തിൻ്റെ ദയുള്ള കരം വെളിപ്പെടും. സ്തോത്രം. ദൈവത്തിൻ്റെ അനുകൂലമായ കരം വെളിപ്പെടും. ഏത് പ്രതികൂല സാഹചര്യങ്ങളായിരുന്നാലും പ്രത്യാശ ജീവിതം നയിക്കുന്ന ഒരു ഭക്തനോട് ദൈവത്തിൻ്റെ ദയുള്ള കരം വെളിപ്പെടും. രണ്ടാമതായി, ദൈവവചനത്തിലുള്ള പ്രത്യാശ. ഒരു ദൈവഭക്തൻ, അതായത് ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൽ നിന്നും എന്നിൽ ദയുള്ള കരം വെളിപ്പെടും എന്നൊരു ഭക്തൻ ഉറപ്പായിട്ടും പ്രത്യാശിക്കണം, വിശ്വസിക്കണം. രണ്ട്, ദൈവവചനത്തിലുള്ള പ്രത്യാശ. വചനം ദൈവമാണ്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
വചനമാണ് നമ്മെ വിടുവിക്കുന്നത്. അപ്പൊ ഈ വചനത്തെ നമ്മൾ വിശ്വസിക്കണം. വചനം അയച്ചു വിടുവിക്കുന്ന ദൈവമാണ്. ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജകളെ തുളച്ചു വേർപിടിവിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ ഒരു ഭക്തൻ പ്രത്യാശ മുറുകെ പിടിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ വാ തുറന്നു വചനം പ്രഖ്യാപിക്കണം. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പൊ ദൈവവചനത്താലുള്ള പ്രത്യാശ ഒരു ഭക്തനെ ശുഭ തുറമുഖത്തെത്തിക്കും. ഒരു ഭക്തനെ ജയത്തോടുള്ള ഒരു ജീവിതത്തിലെത്തിക്കും. ആമേൻ. ഈ വചനം സങ്കീർത്തനം 119:147, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. അപ്പൊ ഒരു ഭക്തൻ ഉദയത്തിന് മുന്നേ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വചനം വായിച്ച് ധ്യാനിച്ച് വചനത്തിൽ ഉറച്ച് പ്രത്യാശയെ ഉറപ്പിക്കണം. സ്തോത്രം. ഉദയത്തിന് മുന്നേ എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നമേ ഒരു ഭക്തൻ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അന്ന് പകൽക്കാലം യാത്ര ചെയ്യുവാനുള്ള ദൈവശബ്ദം വചനത്തിൽ നിന്ന് കേട്ട് സംഗ്രഹിച്ച് ആ വചനത്തിൽ വിശ്വസിച്ച് ആ വചനപ്രകാരം എൻ്റെ ദൈവം നടത്തുമെന്ന് ആ വചനത്തിൽ പ്രത്യാശിക്കണം, ആ വചനത്തിൽ ഉറയ്ക്കണം. അപ്പൊ വചനത്താലുള്ള പ്രത്യാശ. ദൈവം ദയോടുകൂടെ എന്നോട് ഇടപെടും. എന്നോട് ദൈവം ദയോടുകൂടെ ഇടപെടുക മാത്രമല്ല, ദയ കാണിക്കുന്ന ദൈവമാണ്. പ്രതിസന്ധികളിൽ തളർന്നു പോകാൻ അനുവദിക്കാതെ ദൈവം എന്നോട് ദയ കാണിക്കും എന്ന് നമ്മൾ ഉറപ്പോടെ പ്രത്യാശിക്കണം. 2, വചനത്തിലുള്ള പ്രത്യാശ ജീവിതം. പ്രൈസ് ദി ലോർഡ്. വചനം ഉറയ്ക്കണം. ദാവീദ് പ്രഭാതത്തിൽ ഉദയത്തിന് മുന്നേ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ആ വചനത്തിൽ ഉറച്ച് ധ്യാനിച്ച് അന്ന് പകൽക്കാലം തനിക്ക് സഞ്ചരിക്കാനുള്ളത് വചനത്തിലൂടെ കേട്ട് സംഗ്രഹിച്ച് വചനം ഭക്ഷിച്ച് പാനം ചെയ്ത് ആത്മീയ വർധനവ് പ്രാപിക്കുകയാണ്. അപ്പൊ വചനത്താലുള്ള പ്രത്യാശ. സങ്കീർത്തനം 34:10 വചനം പഠിപ്പിക്കുന്നു, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവരുത്തില്ല. അപ്പൊ വചനം എന്താ പഠിപ്പിക്കുന്നത്? പ്രഭാതത്തിൽ ഉദയത്തിന് മുന്നേ എഴുന്നേറ്റ് നീ ഈ വചനം വായിച്ച് നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നീ പ്രാർത്ഥിച്ച് ആ വചനത്തിൽ വിശ്വസിക്കുകയും പ്രത്യാശ വെച്ചുകൊണ്ട് നീ എഴുന്നേൽക്കുന്നുവെങ്കിൽ അന്ന് പകൽക്കാലം ഈ വചനത്തിൽ പറയുന്നത് പോലെ ഒരു ബാലസിംഹം ഒരു ഭക്ഷണത്തിന് അലഞ്ഞു നടന്നിട്ടും കിട്ടാതിരിക്കുമ്പോൾ ഒരു ഭക്തൻ ഉദയത്തിന് മുന്നേ എഴുന്നേറ്റ് വചനം വായിച്ച് ബലപ്പെട്ട് ആ വചനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അന്നത്തെ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു ബാലസിംഹത്തിന് ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ നിലവിളിക്കുമ്പോഴും ഒരു ഭക്തന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒന്നിനും മുട്ടില്ലാതെ വണ്ണം അവന് വേണ്ടുന്നത് അതത് സമയത്ത് കൊടുത്ത് മാനിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അങ്ങനെ ദൈവം മാനിക്കുമെന്ന് നീ വചനത്തിൽ പ്രത്യാശ വെക്കണം. നീ വചനത്തിൽ വിശ്വസിച്ച് വചനത്തിൽ പ്രത്യാശ വെക്കണം. സ്തോത്രം. വചനം വായിച്ച് നീ ബലപ്പെടണം. വചനം വായിച്ച് നീ ദൈവത്തിൽ പ്രത്യാശ ഉറപ്പിക്കണം. എൻ്റെ കർത്താവ് എന്നെ കഷ്ടതയിൽ കൈവിടത്തില്ല. എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല. നീതിമാൻ പട്ടിണി കിടക്കുവാൻ അനുവദിക്കത്തില്ല. വചനത്തിൽ നീ ഉറച്ച് ആ വചനത്തെ മുറുകെ പിടിച്ച് പ്രത്യാശയെ ഉറപ്പിക്കുന്ന ഒരു ഭക്തനു വേണ്ടി സർവശക്തനായ ദൈവം അത്ഭുതം ചെയ്യും. കെരീത് തോട്ടിൽ ചെന്ന് മറഞ്ഞിരിക്കാൻ പറയുന്ന ഏലിയാവിനു വേണ്ടി സർവശക്തനായ ദൈവം അതത് സമയത്ത് കാക്കയിലൂടെ അപ്പവും ഇറച്ചിയും കൊടുത്ത് തോട്ടിൽ നിന്ന് വെള്ളം കൊടുത്ത് മാനിച്ച ദൈവം കണ്ടോ. ബാലസിംഹം ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അതത് സമയത്ത് ഒന്നിനും മുട്ടില്ലാതെ വണ്ണം പരിപാലിക്കുകയാണ്. അപ്പൊ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രഭാതത്തിൽ ഉദയത്തിന് മുന്നമേ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ച് വചനത്തിന് പ്രത്യാശ വെച്ച് ഉറയ്ക്കുക. ആമേൻ.
ഹല്ലേലൂയ. നമുക്ക് അന്നെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ പ്രത്യാശ ജീവിതം. ഹല്ലേലൂയ. ദൈവം എന്നോട് ദയ കാണിക്കും, ദൈവം എന്നോട് മനസ്സലിയുന്ന ദൈവമാണെന്ന് ഒരു ഭക്തൻ ഉറയ്ക്കണം. പ്രത്യാശയിൽ, വചനത്തിൽ ഉറയ്ക്കണം, വിശ്വാസ ജീവിതത്തിൽ ഉറയ്ക്കണം. ഒരു ഭക്തൻ ദൈവവചനത്തിൽ ഉറയ്ക്കുകയും ദൈവവചനത്തിൽ പ്രത്യാശ വയ്ക്കുകയും ആ വചനപ്രകാരം അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി അനുകൂലമായി ചലിക്കുന്നത്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ മറ്റൊന്നിലും നിങ്ങൾ പ്രതീക്ഷ വയ്ക്കേണ്ട, മറ്റൊരു വ്യക്തിയിലും നിങ്ങൾ പ്രത്യാശ വയ്ക്കേണ്ട, ആശ വയ്ക്കേണ്ട. നിങ്ങൾ ആശ വയ്ക്കാനുള്ളത്, പ്രത്യാശ വയ്ക്കാനുള്ളത് ഉയരത്തിലെ ഉടയവനായ, നമ്മെ സൃഷ്ടിച്ചവനായ സൃഷ്ടികർത്താവിനെ നീ വിശ്വസിക്ക്. ആ ദൈവത്തെ നീ പ്രത്യാശ വയ്ക്കുക, നിന്റെ വിശ്വാസ്യത മുറുകെ പിടിക്കും. സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ളത് അതത് സമയത്ത് നൽകി ഒരു പ്രത്യാശ ജീവിതം നയിച്ച് ജയത്തോടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. ഈ വചനപ്രകാരം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യും. കണ്ണുകളടയ്ക്കാം. ഞാൻ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ഈ ശബ്ദം കേട്ട ദൈവമക്കൾക്കായി ശ്രദ്ധിക്കും. ഒരിക്കലും ലോകത്തെയോ ലോക ഇൻപങ്ങളെയോ പ്രതീക്ഷ വയ്ക്കാതെ, ആശ വയ്ക്കാതെ നടത്തിയ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തെയും വചനത്തിൽ അടിയുറച്ച് പ്രത്യാശയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവമക്കളെ സഹായിക്കും. ഒരു വിഷയത്തിലും നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയോടുകൂടെ ക്രിസ്തുവിൽ അടിയുറച്ചുകൊണ്ട് ഒരു ജയജീവിതം നയിക്കുവാൻ ഈ ദൈവജനത്തെ സഹായിക്കും. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.